ഫ്രണ്ട്സ്, ഞാനപ്പോൾ നമ്മുടെ വിജയണ്ണൻ്റെ ഗില്ലി റിലീസ് ചെയ്യാൻ പോകണം 20 വർഷത്തിന് ശേഷം. അപ്പോൾ നമ്മുടെ ഗില്ലി പടം കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഫാൻ ഷോയ്ക്ക് പോവുകയാണ്. പാലക്കാട് സത്യ തിയേറ്ററിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. രാവിലെ 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തിയേറ്ററിൻ്റെ അവിടെ എത്തി. പോസ്റ്ററൊക്കെ കണ്ട് സൂപ്പറായിട്ട് 4Kയിലാണ് പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഓഡിയോ ഒക്കെ വെച്ചാൽ നമ്മൾ പണ്ട് 2004 കാണാൻ പറ്റാത്ത ഒരു സങ്കടമൊക്കെ നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് കാട്ടാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഏകദേശം എല്ലാവരും വിജയ് ഫാൻസ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഫാൻ ഷോ വൈബായിരുന്നു. അപ്പോൾ ഗില്ലി എന്ന് പറയുമ്പോൾ നമുക്ക് വിജയാണൻ്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ വിദ്യാസാഗറിൻ്റെ BGMഉം സോങ്സും, പിന്നെ പ്രകാശ് രാജിൻ്റെ വില്ലനിസം എല്ലാം കൂടി സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ഇന്നെങ്കിൽ ഗില്ലി ഇറങ്ങിയിട്ട് 20 വർഷമായി. 20 ശേഷമാണ് നമ്മൾ ഗില്ലി സിനിമ കാണുന്നത് തിയേറ്ററിൽ. അപ്പോൾ ഇതിന് മുന്നേ ഗില്ലി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. 2022 BC പടത്തിന് ശേഷം ഗില്ലി ഇട്ടുണ്ടായിരുന്നു ഡിസംബർ 19. ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2004 ഗില്ലി വീട്ടിൽ ഗ്യാസ് ഇട്ട് കണ്ടിട്ടുണ്ട്. ഗില്ലി പടം എത്ര വർഷം കണ്ടാലും വെറുക്കില്ല. അടിപൊളി പടമാണ്. വിജയാണൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ വിജയാണാണ്. തളപതിന് മേലെ ആരും വരില്ല. തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടി വിയിലൊക്കെ കാണുമ്പോൾ ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇറങ്ങിയ ഒരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു വേറെ ലെവലായിരിക്കും. നേരത്തെ ഇതിനു മുമ്പ് മറ്റേ ഫാൻ ഷോസ് ആയിട്ട് വെച്ചപ്പോൾ കണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു 4K ഇത് കൂടി ആക്കിയിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. പൊരിക്കും ടി വിയിൽ നമ്പർ ഓഫ് ടൈംസ്. അത് എണ്ണം എടുക്കാൻ പറ്റില്ല. ശരിക്കും അമ്മാതിരി ഒരു ഫിലിമാണുള്ളത്. അതൊരു നല്ല രീതിയിൽ സങ്കടം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വരുന്ന ഓരോ സംഭവങ്ങൾ എത്രയും ആഘോഷമാക്കാൻ പറ്റും അത്രയും ആഘോഷമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അതെ അതെ. ഞാൻ ഈ പടം എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് പടം തന്നെയാണ്. എനിക്ക് എത്ര പ്രാവശ്യം ഈ പടം കാണുമ്പോഴും പുതിയതായിട്ട് കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പടം. അറിയില്ല കേട്ടോ, പണ്ട് നിറയെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഒരു ഇതില്ല പറയാം, വികാരമാണ് ഈ പടം. പിന്നെ ഈ അണ്ണൻ്റെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ ടൈറ്റിൽ കാർഡ് ഇല്ലേ, ആ തളപതി വിജയ് എന്ന് എഴുതി, ആ ഒരു സീനിനാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഈ പടം പിന്നെയും കാണാൻ വന്നത്. ആ ഒരു സീന് കാണാൻ തന്നെയാണ് പറയാം. അതൊരു ചെറിയ നിരാശ തന്നെയാണ്. അണ്ണൻ പടം അഭിനയിക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. തുടർച്ചയായി പടം അഭിനയിക്കണം തന്നെയാണ്. പൊളിറ്റിക്സിൽ വരുന്നത് എനിക്ക് കുറച്ച് താല്പര്യക്കുറവ് തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ ഗില്ലി കാണാൻ. പിന്നെ പ്രതീക്ഷ 4Kയിലാണ് ഇറങ്ങുന്നത്. അത് എങ്ങനെ ഉണ്ടാവും നോക്കണം. അത് എന്തായാലും നൈസായിരിക്കുമല്ലോ. After 20 years, vibe. Goosebumps. Super. വേറെ ലെവൽ. സൂപ്പർ പടം. 20 കൊല്ലമാണ് ഇറങ്ങി പറയുന്നത്. അടിപൊളി. ആദ്യത്തെ എക്സ്പീരിയൻസ് വേറെ ലെവൽ. ഒന്നും പറയാനില്ല. പണ്ടത്തെ വൈബ് അങ്ങനെ തന്നെ. അടിപൊളി. തളപതിന്റെ മാസ് ഒന്നും പറയാനില്ല. സൂപ്പർ അടിപൊളി സിനിമ വിജയന്റെ. അല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇറങ്ങണം പടമൊക്കെ. സൂപ്പർ അടിപൊളി പടം. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഗൂസ് ബംസ്. അടിപൊളി. സൂപ്പർ അടിപൊളി. റീറിലീസ് ആണെങ്കിൽ ഇങ്ങനെ വേറെ ലെവൽ. അണ്ണൻ വേറെ ലെവൽ.
അടിപൊളി അടിപൊളി. തളപതി എന്നാ സെറ്റ് ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അന്നൊക്കെ മിസ്സായ ആ ഒരു സാധനം നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഒക്കെ കണ്ട് നമുക്ക് ആ ഒരു രോമാഞ്ചമാണ് ഇപ്പോഴും 4K കാണാൻ പറ്റും. അതിന് സീൻ ബൈ സീൻ നമുക്ക് ആ ഒരു രോമാഞ്ചം ഇപ്പോഴും 20 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ഫ്രഷ് ഫീല് ഇനിയും വേണമെങ്കിൽ കാണാം. അമ്മാരൊരു വിദ്യാസാഗർ മാജിക്കാണ് സാർ. മൂപ്പരൊക്കെ എത്ര വർഷം കഴിഞ്ഞാൽ ആ മാജിക് ഒന്നും വിട്ടുപോകില്ല. പെട്ടെന്ന് സാർ കുഴപ്പമില്ല നന്നായിട്ട് അടിപൊളിയായിരുന്നു, മാസമായിട്ടുണ്ട്. എത്ര കണ്ടാലും വെറുക്കില്ല സിനിമ. ഗില്ലി സിനിമ 1000 പ്രാവശ്യം കണ്ട സിനിമ, അടിപൊളിയായ സിനിമ. ഗില്ലി വേറെ ലെവലാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് റീ റിലീസിന് വരുന്നത്. അടിപൊളിയായിരുന്നു. ഓൾറെഡി എനിക്ക് ഗില്ലി മൂവി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സോങ്ങിനും ഡാൻസ് കളിച്ചു. ഈ ഗില്ലി മൂവി ഞാൻ സെക്കൻഡ് റീ റിലീസാണ് കാണുമ്പോൾ. അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. അതിനാണ് വെയിറ്റിംഗ്. അല്ല തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലല്ലോ പണ്ട്. അപ്പോൾ ഇപ്പൊ കാണാന്ന് വിചാരിച്ചു. 20 കൊല്ലത്തിന് ശേഷം സൂപ്പറായിട്ട് വിജയന്റെ പടം. ഇത്ര പേർക്ക് പ്രതീക്ഷ വന്നില്ല, പക്ഷെ സൂപ്പറായി. നല്ല തിരക്കാണ്. 4K ക്വാളിറ്റി ഒന്നും പറയാനില്ല. സൂപ്പറായിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷം തിയേറ്റർ ഫുള്ളായിരുന്നു. പാട്ടും രക്ഷയില്ല, ഫുള്ളായിരുന്നു. എൻജോയ് ചെയ്തു. ആ ചെറുപ്പത്തിൽ കാണാൻ പറ്റിയില്ല. ജനിച്ചിട്ടില്ല, ഞാൻ 2006 ജനിച്ചു. പറയാനില്ല. 20 വർഷത്തിന് സൂപ്പർ സിനിമ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് രക്ഷയില്ല. എല്ലാവരും വന്ന് കാണുക. നമ്മള് ഇറങ്ങിയിട്ട് 20 വർഷമായല്ലോ. ഇപ്പോഴും ആ ഒരു രോമാഞ്ചം ഇപ്പോഴും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അണ്ണൻ്റെ എന്താ പറഞ്ഞ 20 വർഷം മുമ്പ് ഇറങ്ങിയ പടവും ഇപ്പം ഇറങ്ങുമ്പോഴും എന്താ പറയാ റിലീസ് ചെയ്ത ഒരു ഫീലാണ് ഞങ്ങൾക്ക്. നല്ല എന്താ പറഞ്ഞ അത് രോമാഞ്ച സംഭവമാണ്. എന്തുകൊണ്ടും ഓരോ സീനും ഞങ്ങൾക്ക് ആവേശമാണ്. എന്തും ഒരു വേറെ ലെവല് സംഭവമാണ് അത്. പണ്ട് നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്തത് ഇപ്പോൾ കാണാൻ പറ്റിയില്ലേ? സത്യമായിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് വന്ന പടമാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും അത് എന്താ പറയുക അറിഞ്ഞിട്ടേ ഇല്ല. ജനിക്കുന്നതിൻ്റെ മുമ്പ് വന്ന പടമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് കിട്ടി. വേറെ ലെവലിൽ തന്നെ കിട്ടിയത്. 4K നല്ല ക്വാളിറ്റി ഡിജിറ്റൽ സൗണ്ടിൽ ഞങ്ങൾക്ക് നല്ല സെറ്റായിട്ട് കിട്ടി. എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. അത്ര തന്നെ. ഓക്കെ. പൊളിറ്റിക്കല് പോവാന്ന് വെച്ചാൽ മൂപ്പറിന്റെ ഇനിയിപ്പോൾ 2 പടമുണ്ട്. നമുക്ക് എന്താ ചോദിച്ചാൽ അതിനി പൊളിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ റീ റിലീസ് അതന്നെ. പിന്നെ പൊളിറ്റിക്കല് പോണോണ്ട് നമുക്ക് സങ്കടം ഉണ്ട്, ഇല്ലാന്നല്ല. പിന്നെ മൂപ്പര് പിന്നെ ഗോട്ട് അത് പിന്നെ വേറെ ലെവലായിട്ടാണ്. അത് ഉഷാറാക്കണ്. അത്ര തന്നെ.